വിശ്വസിക്കണം. വിശ്വസിച്ചേ മതിയാകൂ. നീ എന്താണ് ഞങ്ങളെ കുറിച്ച് കരുതിയത്? ഈ വീട്ടിൽ വന്ന് എന്ത് തോന്നിയാസം വിളിച്ച് പറയാമോ? കണ്ടുപോരുത് നീ എന്റെ മുന്നിൽ. ഈ വീട്ടിൽ കത്തിക്കരിഞ്ഞ 4 ആത്മാക്കളും എന്റെ കൂടെയുണ്ട്. ഈ ചങ്കിനുള്ളിൽ അവരാണടി. മരിക്കാത്ത ഓർമ്മകളുമായി കഴിഞ്ഞുകൂടുന്ന എന്നെ നീ പരീക്ഷിക്കണം. ഞങ്ങളുടെ ഈ ബാലേട്ടനെ വെറുതെ വേദനിപ്പിക്കാതെ പോച്ചേ. കയ്യിലുള്ള 4 കാശിന്റെ അഹങ്കാരത്തിൽ ഞങ്ങളൊക്കെ വിലക്കെടുക്കാണ് നിന്റെ മോഹമെങ്കിൽ അത് നടക്കില്ല. നീ എന്താ വിചാരിച്ചത്? കാശ് കൊടുത്ത എല്ലാം നേടാന്നോ? അവളുടെ ഒരു ക്ഷമിക്കണം. വേദനിപ്പിക്കുവാനല്ല, വേദനയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിക്കുവാന് എന്റെ ശ്രമം. ഞാൻ നിങ്ങളുടെ ശത്രുവല്ല. തൽക്കാലം ഈ വീട്ടിൽ നിന്നും ഒന്ന് മാറ്. ഞാൻ പുതിയൊരു വീട് തരാം. അവിടെ കൂട്ടിന് കുട്ടിച്ചനും മക്കളും ഒക്കെ ഉണ്ടാവും. അതൊരു നല്ല കാര്യമെന്നാ എനിക്ക് തോന്നുന്നത്. നിർത്ത. എന്ത് നല്ല കാര്യം? നിനക്ക് പണക്കാരനെ പോലെ ജീവിക്കണോ അല്ലെ? പ്രതാപത്തിന് വലിയ വീട് വേണോ അല്ലെ? മറ്റുള്ളവരുടെ എച്ചിരി തിന്നാൻ വിധിക്കപ്പെട്ട നായ്ക്കള്. വേണ്ട, എനിക്കൊന്നും വേണ്ട. എനിക്ക് എന്റെ ബാലേട്ടൻ മാത്രം മതി. പൊയ്ക്കോ. കൊച്ചെന്തിനാ അവിടെ വന്നേ? ഞങ്ങളുടെയൊക്കെ സ്വസ്ഥത കളയാനോ? ദയവായി ഇവിടെ നിന്ന് പോയി തന്നാ മതി. ഞാനിപ്പോ പോവാം. പക്ഷേ അത്ര പെട്ടെന്ന് എനിക്ക് മടങ്ങാൻ കഴിയില്ല. നീ പോണം. പോയേ തീരൂ. എങ്ങോട്ടും കെട്ടിയെടുക്കാൻ എന്നെ കിട്ടില്ല. ഈ മണ്ണും ഇവിടെയാണ് എനിക്കുള്ളവര്. അവരെ വിട്ട് ഞാൻ എങ്ങോട്ടുമില്ല. വേണ്ട, നിങ്ങൾ കേൾക്കണ്ട. പഴയ ആദർശ ധീരനല്ലേ വലിയ അഭിമാനി. കഴിഞ്ഞോളൂ. നമ്മുടെ മുതലും പലിശയും വരുന്നു. അച്ചോ, ഇവളങ്ങ് വളർന്നു പോയല്ലോ. എന്റെ കാശ് ഇങ്ങോട്ട് തന്നാൽ ഞാൻ അങ്ങ് പോയേക്കാം. കൊച്ചിന്റെ പേടി അങ്ങ് മാറും. എന്നോട് അല്പം കൂടി ദയവ് കാട്ടണം. പൈസയുടെ ആവശ്യത്തിന് പോയതാ, പക്ഷെ കിട്ടി. കിട്ടത്തില്ല. എങ്ങനെ കിട്ടാനാ കൊച്ചിന്റെ അപ്പ? വല്ലോം വിൽക്കാമെന്ന് വെച്ചാൽ വസ്തുവിന്റെ പ്രമാണം എന്റെ കയ്യിലല്ലയോ? ആ പ്രമാണത്തിൽ കാണുന്ന വീടും പറമ്പും കപ്പയും കാച്ചിലും ഈ നിൽക്കുന്ന കൊച്ചുൾപ്പെടെ എന്റെയാ, എന്റെ സ്വന്തം. കേട്ടടാ? നീ കാളിയോടാണോ കളിക്കുന്നത്? നിന്റെ കളി ഞാനും നിനക്കൊക്കെ കാശ് ഉണ്ടെങ്കിൽ അത് മുതലാക്കാൻ വേണ്ടി കാളിയാറിനോടാ കളിക്കുന്നത്? കൊറേ നാളായിട്ട് എന്നെ കളിപ്പിക്കല്ലേ? അറത്ത് മുറിച്ച് റോഡിലേക്ക് ഇട്ടാൽ അവിടെ കിടക്കും. ഒരു പൊന്നു മോനും നോക്കാനും എതിർക്കാനും വരുന്നില്ല. നാളത്തെ ഒരു അവധി കൂടി എനിക്ക് തരണം. എന്നോട് അല്പം ദയവ് കാട്ടണം. എന്നൊരു വാക്ക് കാളിയാറിന്റെ നിഘണ്ടുവിനില്ലടാ. അങ്ങനെ പറയരുത്. ആളെ ജീവനോടെ ഉണ്ട് ഈ കാശ് ഞാൻ തന്നിരിക്കും. ജീവനോടെ താൻ വേണമെന്ന് എനിക്ക് നിർബന്ധമില്ല. ജീവനോടെ നിന്റെ പെൺമക്കൾ ഉണ്ടായാ മതി. പിന്നെ കാളിയാറിന്റെ കണക്ക് പുസ്തകത്തിൽ ചുവന്ന മഷി കൊണ്ടൊരു വരവീഴും. അതോടെ നമ്മുടെ ഇടപാട് ക്ലോസ്. നാളെ ഇടപാടുകൾ തീർത്ത് ഞാനും എന്റെ മക്കളുടെ സ്വസ്ഥരാകും. നാളത്തെ ഒരു ദിവസം, ഇന്നത്തെ രാത്രി സ്വസ്ഥമായി ഉറങ്ങാൻ ഞങ്ങളെ അനുവദിക്കണം. ഈ രാത്രി കൂടി സമ്മതിച്ചിരിക്കുന്നു.
3 കൂടി ചാവാനാണ് പ്ലാനെങ്കിൽ ആ ശവം വിറ്റ് ഞാൻ കാശുണ്ടാക്കും. ഇപ്പൊ ശവങ്ങൾക്കൊക്കെ നല്ല ഡിമാൻഡാ. പിള്ളേർക്ക് കീറി മുറിക്കാൻ കൊടുത്ത് ഞാൻ കാശുണ്ടാക്കും. കാളിയാരനെ തോൽപ്പിക്കാമെന്ന് ആരും കരുതണ്ട. തൽക്കാലം ഞാൻ പോന്നു. നന്ദിയുണ്ട് പണം തന്ന് സഹായിച്ചതിന്. ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് അവധി തന്നതിന് നന്ദിയുണ്ട്. നന്ദിയൊക്കെ കൈവച്ചിരുന്നാ മതി. കാളിയാറിന് കാശാ വേണ്ട, അതെപ്പോഴും ഓർമ്മ വേണം. തന്റെ മൂത്ത മോളെന്ത് ചെയ്യണം? വീട്ടിലുണ്ട്. ആ ഓർമ്മിച്ചോ, അത് മുതലും ഈ നിൽക്കുന്ന പലിശയും രണ്ടുപേർക്ക് വേണം. മുതലും പലിശയും. രണ്ടുപേരാ. ചേച്ചി അയാളെ പിടിച്ചോണ്ട് പോവോ അപ്പച്ച? എന്റെ പൊന്നു മക്കളെ, ഇല്ല, എന്റെ മക്കളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ആർക്കും. എന്റെ മക്കള് പേടിക്കണ്ട. ദൈവമേ, ഈ ദുർവിധിയിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും? എന്റെ അനിയത്തിനില്ലാത്തൊരു ജീവിതം. ദൈവമേ, നീ എന്തിനാ എന്നെ പരീക്ഷിക്കുന്നത്? എന്താ എന്നെ കാണാൻ വരാത്തത്? ആ ശബ്ദമെങ്കിലും ഒന്ന് കേൾക്കാൻ ഞാൻ എത്രമാത്രം കൊതിക്കുന്നെന്നറിയോ? എന്നെ മറന്നോ? എനിക്ക് കാണണം എന്റെ അനിയേട്ടനെ. ഇപ്പൊ തന്നെ എനിക്ക് എന്റെ അനിയേട്ടനെ കാണണം. ഞാൻ വരുക. ആരെതിർത്താലും ഞാൻ വരുക.
കൊച്ചേ അവിടെ? എവിടാ കൊച്ചേ കുഴിയെടുക്കേണ്ടത്? എന്തിന്? അല്ല, കൊച്ചിനെ അതിനകത്തിട്ട് മൂടാൻ. എന്താ മൂടണ്ടേ? പറ കൊച്ചേ, എവിടാ കൊച്ചേ കുഴിയെടുക്കണ്ടേ? ആ നിക്കുന്നേ, പറഞ്ഞിട്ട് പോച്ചേ. എന്താ മോളെ? എന്താ പറ്റി? മോളെ എന്താ മോളെ? എന്താ എന്താ മോളെ? എന്താ? അവിടെ ഒരാള് എന്നെ കുഴിച്ചുകൂടെ വന്നു. എന്റെ ഈശ്വര, എന്താ മോളെ? എന്റെ മോക്ക് എന്താ പറ്റി? എന്താ മോളെ? ഞാനൊന്ന് നോക്കട്ടെ. മോള് നിൽക്കേ. ആരാണ് അവിടെ? ഇവിടെ ഒന്നും ആരുമില്ലല്ലോ. മോളെ, നീ ഇങ്ങനെ പേടിക്കാതെ. നീ എന്തുവാ പറഞ്ഞത്? അവിടെ ഒന്നും ആരുമില്ല. ഏതെങ്കിലും പട്ടുപിടിച്ചോമാരും വല്ലവരും ആയിരിക്കും. നീ മോളെ അകത്തോണ്ട് പോകും. അതെ, കുടുംബക്ഷേത്രത്തിലൊന്ന് പോണം. പരദേവതകൾക്കൊരു വിളക്ക് വെച്ച് തൊഴുമ്പോ എന്റെ മോടെ എല്ലാ പ്രയാസങ്ങളും മാറും. വാ, ഇത്തിരി നേരം അടുക്കളയിൽ വന്ന് നിൽക്കേ. വെറുതെ ഇരുന്ന് ഓരോന്ന് ആലോചിക്കുമ്പോ ഇങ്ങനെയൊക്കെ പലതും തോന്നും. അല്ല അല്ലമ്മേ, ഇത് തോന്നലല്ല. ലക്ഷ്മണ രേഖ കടന്ന സീതാദേവിക്ക് ചുറ്റും രാക്ഷസന്മാർ വന്നില്ലേ, പല രൂപത്തില്. അതുപോലെ തന്നെ ഇതും. ഇവിടെ രക്ഷിക്കാനുള്ള ലക്ഷ്മണ രേഖയല്ല, ശിക്ഷിക്കാനുള്ള രാക്ഷസ രേഖയാ ഞാൻ മറികടന്ന് പോയത്. അകത്ത് പോമോളെ, പോയി അല്പസമയം ഒന്ന് കിടക്ക്. ആ മനസ്സൊന്ന് ശാന്തമാവട്ടെ. നീ മോളെ വിളിച്ചോണ്ട് പോ. വാ ചെല്ലുമോളെ. വാ മോളെ. ഹലോ, നിന്നെ കുഴിവെട്ടി മൂടുവാൻ ആള് വന്നിരുന്നു അല്ലേ? എടോ സക്കറിയ, കാളിയാർ ആന്റണിയും അനിരുദ്ധനും തമ്മിൽ ചേരേണ്ടതിന്റെ ആവശ്യം തനിക്കിപ്പം മനസ്സിലായോ? എന്റെ പൊന്ന് കളക്ടറെ, അതുകൊണ്ടല്ലേ ഈ കാളിയാറിന് അനിരുദ്ധനുമായി ഒന്ന് കൂട്ടിമുട്ടിച്ച് ആ കൈയൊന്ന് കൊടുപ്പിക്കാൻ വേണ്ടി ഞാൻ പെട്ട പാട് ഈശോയ്ക്ക് മാത്രമേ അറിയൂ. സക്കറെ ഏത് കാര്യത്തിനും കൂട്ടി നിൽക്കും, പക്ഷേ ചില്ലറ കിട്ടണം. നമ്മൾ ചെയ്യുന്ന ബിസിനസ്സുകളൊക്കെ മാനം മര്യാദയ്ക്ക് വെളിയിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് എനിക്കെന്ത് കുന്തം വന്നാലും ഒരു പ്രശ്നമല്ല. പക്ഷേ അനിക്കുട്ടൻ ഇതറിയരുത്. ഇത്തരം കാര്യങ്ങളിൽ അനിക്കുട്ടന്റെ പേര് വരികയും ചെയ്യരുത്. ആ മുഖം നല്ലതാ, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ചെളിവാരി അറിയണ്ട. എറിഞ്ഞ സക്കറെ തനിക്കുണം കാണിക്കും. അനിരുദ്ധന് താല്പര്യമില്ലാത്ത കാര്യത്തിൽ അയാളെ എന്തിനിതിലേക്ക് വലിച്ചെടുക്കണം? എനിക്ക് ഇത്തരം കാര്യങ്ങളിൽ പങ്കാളികൾ കൂടുന്നത് ഇഷ്ടമല്ല. ആ, നമ്മൾ അധിക നേരം ഇവിടെ നിൽക്കണ്ട. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ കാര്യം പോക്കാം. എന്ത് പ്രശ്നം? കണ്ടില്ലേ നമ്മുടെ പിള്ളേര്, അവര് നോക്കിക്കോളും. ആ, നീ കാര്യം പറ. നാളെ രാത്രി റെയിൽവേ സ്റ്റേഷനുള്ള FCA ഗോണോളിൽ കാളിയാർ ലോറികളുമായി എത്തണം. അവിടെ നിന്ന് ഏകദേശം 20 ലോഡ് അരി ഒറ്റ രാത്രി കൊണ്ട് മാറ്റിയിരിക്കും.
2 രൂപയ്ക്ക് ദരിദ്രവാസികളായ എന്നെ പോലെയുള്ളവരുടെ കുടുംബത്തിന് വിതരണം ചെയ്യാനുള്ള വൈപ്പ് നമ്മൾ അതിനെ മാന്യമായി കഴുകി പൊടിച്ച് നല്ല ഒന്നാന്തര കവറിലാക്കി മാർക്കറ്റിലെത്തിക്കും. പൊടിമില്ലും അരിമില്ലും ഒക്കെ നമ്മളെ പിള്ളേരുടെ തന്നെ ആന്നേ. ഈ പാവപ്പെട്ട കാളിയാറും ഞാനും ഒക്കെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരാണ്. ഞങ്ങൾ കൊണ്ടുപോയി പൊടിച്ച് തിന്നോളാം കളക്ടർ സാറേ. ഗോഡൌണിൽ മുഴുവൻ നമ്മുടെ ആൾക്കാരല്ലേ, പിന്നെ പണി എളുപ്പമായി. ആ പിന്നെ അനിക്കുട്ടനൊന്നും അറിയരുത്. ഒന്ന് നിർത്തടോ, തന്റെ ഒരു അനിക്കുട്ടൻ. കളി ആ